ഹായ്, ഞാൻ ആബിദ റഷീദ്. എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വെരി ഡിഫറെൻറ്റ് ഡിഷസാണ്. ഷെഫിൻ്റെ ഡിഷിന് എന്തെങ്കിലും പേര് വെച്ചാൽ പേരില്ല, ബട്ട് റിയൽ ക്രിയേറ്റീവ്. ഞാനും ഫോളോ ചെയ്യാറുണ്ട്, എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഫുഡ്. ആൻഡ് ഷെഫ് ഷമീൻ ഈസ് ഗോയിങ് ടു ബി വിത്ത് അസ് ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ഷോ അസ് വെരി സ്പെഷ്യൽ ഡിഷസ്. അപ്പോൾ വെൽക്കം ഷമീൻ, ഷെഫ് ഷമീൻ. താങ്ക് യു. അല്ല, അതിനുശേഷം പഠിച്ചു. ആദ്യം ബേസിക്കലി ഞാൻ എൻജിനീയറാണ്, എൻജിനീയറിംഗ് ഫീൽഡിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ പതുക്കെ ദുബായിൽ നിന്നാണ് ഇതിൽ ജമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഇൻഡസ്ട്രിയിൽ, ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് ഒരു 12 years ആയി. ശരി. ഞാൻ പിന്നെ യൂട്യൂബിൽ ഇപ്പം റീസെൻ്റ് ആണ്, ഒരു 3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിനേക്കാളും ഞാൻ പിന്നെ മുമ്പ് ചാനലുണ്ടായിരുന്നു, മഴ മനോരമയിലുണ്ടായിരുന്നു 2015. അപ്പോൾ അതിലൊരു 2 ഗ്രൂപ്പ് ഓഫ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 100ന്റെ മുകളിൽ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ മലയാളികൾക്കും ഷെമീന്റെ ഫേസ് ഫെമിലിയർ ആയിരിക്കും അല്ലേ? നമ്മൾ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നമ്മളെ ഇവിടെ പൊള്ളിച്ചത് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിന്ന് ഒരു ഇറ്റാലിയൻ വൽക്കരിച്ചിട്ട് അത് പൊള്ളിച്ചാൽ എന്തായിരിക്കും, ആ ഒരു ചിക്കൻ പൊള്ളിച്ചാൽ എന്തായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇങ്ങനെ തന്നെയാണ് എൻ്റെ മുന്നിൽ ഞാൻ പൊതുവേ ഒരു ഡിഷ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 500ഓളം റെസിപ്പി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഓൺ റെസിപ്പീസ്. 480-500 ഇടയിലാണ്. അപ്പോൾ ആ റെസിപ്പീസൊക്കെ ക്രിയേറ്റ് ചെയ്ത് എൻ്റെ മുന്നിൽ എന്ത് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അത് വെച്ചിട്ടാണ് പെട്ടെന്ന് ഒരു ഡിഷ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക് എൻഡിലുള്ള ചില റെസിപ്പീസൊക്കെ ഒരു 2 വർഷം 3 വർഷം റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ റെസിപ്പീസൊക്കെ ഉണ്ട്. അതെൻ്റെ പിസ്സ സോസ് ഓൾമോസ്റ്റ് 3 years അത് അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്ത് അത് ഇങ്ങനെയാണ് അതിൻ്റെ ഔട്ട് വരേണ്ടതെന്നുള്ള വീഡിയോസ് ഇല്ല. അതൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത ഒരു അപ്പോൾ ആബിത്ത നമ്മുടെ ഐറ്റംസിൽ അവിടെ എല്ലാം നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഷുവർ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അതെ, ഈ ഡിഷിന്റെ പേര് നമ്മൾ കഴിക്കാൻ നേരത്തെ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വേണ്ടത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, കൂടുതലൊന്നും ഇല്ല. നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബട്ടർ ഉണ്ട് ഇവിടെ. നമ്മളിവിടെ പിന്നെ ഒരു കോഴിയുടെ ബ്രസ്റ്റിന്റെ ഫുൾ പാർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം 4 പേരുടെ പോർഷനാണ്. ഇത് ഉപ്പുള്ള ബട്ടർ. അതെ, സാൾട്ട് ആൻഡ് ബട്ടർ. അത് ഒന്ന് മെൽറ്റാകുന്ന സമയത്ത് ഗാർലിക്ക് ഞാൻ സാധാരണ ഇത് പിന്നെ സ്കിന്ന് റിമൂവ് ചെയ്യുന്നില്ല. സ്കിന്ന് അടക്കാണ്. അത് നമ്മൾ ജസ്റ്റ് നൈഫിൽ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്ലെയിം, അതെ. പിന്നെ ഫ്ലെയിം പൊതുവേ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാറുണ്ട്. അതെ. ഇത് പിന്നെ നമ്മൾ സാധാരണ ഓവനിൽ ബേൺ ചെയ്തിട്ടൊക്കെ ബ്രെഡിൻ്റെ കൂടെ വെറുതെ കഴിക്കാം. ഓവനിലൊന്ന് ഒലിവ് ഓയിൽ കൊടുത്തിട്ട് അതെ. അതൊന്ന് നമ്മൾ പിന്നെ ഒലിവ് ഓയിൽ കൊടുത്ത് ഒന്ന് സാൾട്ടൊക്കെ കൊടുത്ത്. ഈ ബട്ടറിൽ തന്നെ ഒലിവ് ഓയിൽ കൊടുക്കണം? അല്ല, ഇവിടെ അല്ല, നമ്മൾ വേറെ ചെയ്യുന്ന സമയത്ത് ഓവനിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. അല്ല, എനിക്ക് ചെറിയ സ്പൂണാണ്. ഇതിന്റെ കൂടെ ഇതിന്റെ മുകളിലേക്ക് അതെ, ചെറിയ എരിവാണ്. ഇത് ഏതാ ചില്ലി പൗഡർ അറിയാം? ഞാനിവിടെ എടുത്തു വെച്ചതാണ്. നിങ്ങൾക്കറിയില്ല. മാരിനേറ്റഡ് ചില്ലി പൗഡറാണ്. അത് സ്പെഷ്യൽ പൗഡറാണ് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ. അതെ. അപ്പൊ അത് സ്ലോലി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ജസ്റ്റ് ഒന്ന് കുക്കാണ്, ഇത് പെട്ടെന്ന് കുക്കാവും. ഒന്നുകൂടെ പെട്ടെന്ന് കുക്കാവും. അപ്പൊ നമ്മൾ ഇത് ചെയ്യേണ്ടത്, നമ്മളിപ്പം ടൊമാറ്റോ അരച്ചു വെച്ചതുണ്ട്, അതൊന്ന് നമുക്ക് ഇതിൽ കാണിച്ചു കൊടുക്കാം. ഇത് ഒരു 4 ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അതിന്റെ ഹെഡ് റിമൂവ് ചെയ്താൽ അത്രയും നല്ലത്.
ഇത് മറ്റേ വലിയ ടൊമാറ്റോ അല്ലേ, നമ്മുടെ നാടൻ ടൊമാറ്റോ അല്ലേ, കുറച്ചും കൂടി ക്രീമി ആയിട്ട്. ഈ സലാഡ് ടൊമാറ്റോ കേട്ടോ ഇതിന് ഉപയോഗിക്കുന്നത് ഷെഫ്. നാടൻ ടൊമാറ്റോ ആകുമ്പോൾ ഒരു പുളിപ്പും പുളിപ്പൂടും. അതെ, ഇത് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മെയിൻലി കുക്ക് ചെയ്യുന്നതന്നെ കൂടുതൽ സമയം കുക്ക് ചെയ്യുന്നതന്നെ ഇതിന്റെ പുളിപ്പ് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ കുറച്ച് സമയം അത് കുക്ക് ചെയ്യും. ഇതേ ഇതിലുള്ളൂ മെയിനായിട്ട് കൂടുതൽ ടൈം എടുക്കുന്ന സാധനം ഇതേ ഉള്ളൂ. തക്കാളി ഇപ്പൊ കുറെ സമയം എടുക്കുമ്പോ ചിക്കനേക്കാളും കൂടുതലാണ്. അതെ അതെ എക്സാക്ട്ലി. ഇതിൽ വെള്ളമൊന്നും വേണ്ട, വെള്ളമൊന്നും വേണ്ട. അതുകൂടി വേണോ? മതിയോ? അല്ല, എനിക്ക് ഈ ടൊമാറ്റോ അടുത്ത ഇതിന് വേണം. ഇത് കുറച്ചുകൂടെ നല്ല സാധനം കാണാൻ ഭംഗിയല്ല, മാറ്റി വെക്കണം. അതെ അതെ. അപ്പോൾ നമ്മൾ തക്കാളി 4 എണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും വേണ്ട. ഇത് സ്ലോലി കുറച്ചധികം സമയം ഇങ്ങനെ കുക്ക് ചെയ്ത് വരണം. അതെ, അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് വരും. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് പോകും. അപ്പൊ പിന്നെ അത് കുക്കായി വരുന്ന ഇതിന്റെ ഇടയിൽ തക്കാളിയിൽ വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സമയം. അതെ അതെ അതെ. അപ്പോൾ അത് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ബ്രസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോ ഇങ്ങനെ ആക്കി കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ അത് ബുച്ചർ എടുത്ത് എന്ത് പറയണം വെച്ചാല്, ഇതിപ്പം കോഴിയുടെ നമുക്ക് പിന്നെ ഫുൾ ബ്രസ്റ്റ് ആയിട്ട് നമ്മൾ കോഴി വാങ്ങുന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് പീസ് ഒരിക്കലും കട്ട് ചെയ്യാൻ പറയും. നമുക്ക് പല ക്യുസീൻസ് ഇതിലൂടെ ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് കറിക്കോ എന്തിനോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ ഈ അതെ, ഇതിനിപ്പോ നമ്മള് ബുച്ചറിക്കാര് ഇപ്പൊ കട്ട് ചെയ്തിട്ട് എങ്ങനെ തരാന്നുള്ളത് അറിയില്ല. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്രസ്റ്റ് പീസ് ഫുള്ള് വാങ്ങിക്കാം. ഇത് നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കൈയിന്റെ മുകളിൽ വെക്കാം. ബട്ടർഫ്ലൈ കട്ടിങ്. ഇതിനാണ് ബട്ടർഫ്ലൈ കട്ടിങ് എന്ന് പറയാ. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പൊ ചെയ്ത് കിട്ടുന്നുണ്ട്. ബട്ടർഫ്ലൈ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കാണികൾ കൂടുതൽ വീട്ടമ്മമാരായിരിക്കും, കുറച്ചും കൂടി ഈസിയർ ആവാന്. സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് അത് എല്ലിന്റെ മുകളിൽ എടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ കോഴി വാങ്ങുന്ന കടയിൽ തന്നെ നിന്ന് പറഞ്ഞ് വെട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതിൽ കാണുന്നവർ ഉണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെ വരുന്ന ബട്ടർഫ്ലൈ കട്ടിങ് പറയും. ആ 2 ചിറക് പോലെ ചിക്കൻ ഇതെന്റെ നമ്മൾ നേരെ ഹാഫ് ആക്കി. ഇതൊരു 1 പോർഷനായി, ഇത് 2 പോർഷനായി, 3, 4. ഒരു കോഴി നമുക്ക് 4 പോർഷൻസ് കിട്ടി. ഓൾമോസ്റ്റ് 500 grams ഓഫ് ചിക്കൻ. അതെ, ഓൾമോസ്റ്റ് 400 to 500. അപ്പൊ 4 ആക്കി കഴിക്കാം. ഇതിന്റെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും ബ്രെഡോ അങ്ങനെ അതേമാതിരി തന്നെ ഇതേമാതിരി നിങ്ങൾ ഷെഫ് ചൂടാക്കിയ ഒരു ബട്ടർ ചൂടാക്കി ഒരു ഗാർലിക് ഇട്ടിട്ട് ബ്രെഡ് അതിലൊന്ന് അടിപൊളി. ഉപ്പിടണോ? പിന്നെ ഉപ്പൊക്കെ കുറച്ച് ഉപ്പ് എന്റെ മാതിരി തന്നെ ഷെഫ് എപ്പോ ഉപ്പ് ഇടണം ഷെഫിനും പർട്ടിക്കുലർ ആണ്. അതെ അതെ അതെ. ഇത് മാത്രമേ നമുക്ക് കുറച്ച് ലോങ് ടൈം എടുക്കുന്ന ഒരു പ്രോസസ് ഉള്ളൂ. നല്ല ചൂടുള്ള അടുപ്പാണ്. അതെ 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 അതെ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ലേ, ഇതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയത്. നല്ല കനല ഉരുളിയാണ് ഞാൻ ഇന്ന് വാർത്തെടുത്തത്. അതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഉണ്ടാക്കുന്നത് ഞങ്ങള് 6 ദിവസം ഇരുന്ന് എടുത്തിട്ടുണ്ട്. ഈ വാർത്ത് ഇത് ടിപ്പിക്കലി ഈ സാധനം ഉണ്ടാക്കുന്നത് ഇതിന്റെ കലാകാരന്മാരൊക്കെ കഴിഞ്ഞു. ഇത് ഹാൻഡ് മെയ്ഡാ. ഇപ്പൊ കിട്ടുന്നത് പല നോർത്ത് ഇന്ത്യൻ സ്ഥലത്തുനിന്നും ആൾക്കാർ ഉണ്ടാക്കിയ ഉരുളിയാ കിട്ടുന്നത്. ഇത് ശരിക്കും ഇതിന്റെ പിച്ചളയും സിങ്കും കൂടിയിട്ട് വാർത്ത് എടുത്തതാ. ശരിക്കും ആദ്യം ഒരു വാക്സിൽ ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ മണ്ണോണ്ട് അതിനെ മൂടും, എന്നിട്ട് പിന്നെ ഒരു കുഴി ഇങ്ങനെ ഓട്ടയാക്കും. പിന്നെ ഈ മെറ്റൽ 2 കൂടി ഉരുക്കിയിട്ട് അതിൽ ഒഴിക്കും. അപ്പൊ ആ വാക്സ് മൂവ് ചെയ്യും. ആ വാക്സ് മൂവ് ചെയ്യുമ്പോൾ ഈ മോൾഡ് ഇത് ഷേപ്പ് എടുക്കും. എന്നിട്ട് 5-6 ദിവസം ഉണക്കിയതിന് ശേഷം ഇത് പൊട്ടിച്ചെടുക്കും. ഡയറക്ട്ലി പോയി വാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇത് ജനറലി നമ്മൾ ഉള്ളി എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ, ആൾക്കാരോട് പറഞ്ഞു കൊടുക്കണം. നമ്മളിപ്പോ ചെയ്യുന്ന തെറ്റെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നില്ല എന്ത് മറ്റില്ല നമ്മൾ കുക്ക് ചെയ്യുന്നത്. ആരോ തരുന്നേ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അതില് എന്താണ് എഫക്ട്, നമുക്ക് സൈഡ് എഫക്ട്സ്, ഇറ്റ്സ് നോട്ട് ഓൺലി ഫുഡിലുള്ള പോയിസൺ, ഇതിലും പോയിസൺ വരും. ഇപ്പൊ നിങ്ങളിത് ഇങ്ങനെ ഇളക്കില്ലേ, 2 എണ്ണം തട്ടുന്നുണ്ട്, 2 മിറേഷനൊക്കെ റോഷൻ അവിടെ വരും. അത് നമ്മുടെ വയറ്റിലേക്കാ പോണേ. അപ്പൊ as long as കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റൽ കഴിക്കുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. തിളക്കുന്ന വരെ നമ്മൾ വർത്താനം. ഇയാളും ഒരു ബോൺ ഷെഫാണ് കേട്ടോ, അല്ലാണ്ട് ഈസ് എൻ എഞ്ചിനീയർ ടേൺ ടു എ ഷെഫ് വിത്ത് ലോട്ട് ഓഫ് പാഷൻ.
Yes, it's passion. Nobody taught you, but you took it. Passion, same. അതിന് ശേഷം പിന്നെ കുറെ എക്സ്പീരിയൻസ് ചെയ്തു, സ്റ്റാർ ഹോട്ടൽസിലെല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ ജോബ് കിട്ടാൻ ജോബ് അല്ല, ഞാൻ ഓൺ ബിസിനസ്സിലേക്ക് ഇറങ്ങി, റെസ്റ്റോറന്റ് ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങി. അതിന് മുന്നേ നമുക്ക് ഒരു ട്രെയിനിങ് പാർട്ട് എന്നുള്ള ആൾക്ക് റമദ, അതുപോലെ തന്നെ കാസിനോ, ഇങ്ങനെയുള്ള അങ്ങനെ തരും. Okay, that's a point for people who love cooking. വെറും കുക്കറി സ്കൂളിൽ നിന്ന് പഠിച്ചവർക്ക് മാത്രമല്ല ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് തന്നെ ആൾക്കാർ ഇങ്ങനെ വരാറുണ്ട്, പാഷനായിട്ട് നമുക്ക് നിങ്ങളെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്. കൈത്തൊഴിലാ ഞാനീനൊക്കെ പറയും. ഒരു കൈത്തൊഴിൽ ഞാൻ പറയും, ഇത് റെക്കഗ്നൈസ് ചെയ്യാത്ത ആട്ടാ. നോ റെക്കഗ്നിഷൻ അല്ലേ? ഡാൻസ് കളിക്കാണെങ്കിൽ ഞാൻ ന്യൂ റെക്കഗ്നിഷൻ കിട്ടും. അപ്പൊ ചിക്കൻ വേവണ്ടേ? ചിക്കൻ ഇതിലാണ് കുക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സോസ് റെഡിയായി വന്നു കഴിഞ്ഞാല് ഇപ്പൊ സോസിലേക്കുള്ള ബാക്കിയുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് അടുത്തത് ആഡ് ചെയ്യാം. റോസ്മേരി ആണ് വളരെ കുറച്ച് ഇടുന്നത്. അതായത് ഇത് ഓൾറെഡി ഇനി ചിക്കനിൽ കയറുന്നുണ്ട്. ഇത് സോസിലേക്കുള്ള ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഈ റോസ്മേരി എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും എല്ലാം അവൈലബിൾ. ഞാനിവിടെ ശരിക്കും ഫ്രഷ് യൂസ് ചെയ്യാനാണ് നിന്നത്. പക്ഷെ ആബിത്താന്റെ പ്രേക്ഷകർക്ക് ഓൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളവർക്ക് ആണ് ഞാൻ റോസ്മേരി ഇതേമാതിരി നമ്മൾ ഫ്രഷ് വാങ്ങുകയാണെങ്കിൽ പച്ച കളർ, മറ്റേ കൂളറിന്റെ ഒക്കെ ആ ഒരു ഏരിയയിലാണല്ലേ. നോട്ട് വിത്ത് ഓൾ ദി വെജിറ്റബിൾസ്. ഇത് ബേസിൽ ലീവ്സ്. ബേസിൽ, ഓക്കെ. ഈ ബേസിൽ ലീവ്സ് ചിലപ്പോൾ നമ്മൾ ഈ പിസ്സ എല്ലാം വാങ്ങുമ്പോൾ കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ബേസിൽ ലീഫ് വെക്കല്. ചില്ലി ഫ്ലേക്സ്. ഇനി അഥവാ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നമ്മുടെ ചോന്നമുളക് മുളക് പൊടിയല്ല കേട്ടോ, ഇവിടെ ഫ്ലേക്സാ. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം. ഇത് പൊടിയുപ്പാണ്, ഇത് കല്ലുപ്പല്ല. ഏകദേശം ഇത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി ഇങ്ങനെ ടൈറ്റായി വന്നു. ആ സമയത്താണ് നമ്മളെ ക്രീം, കുക്കിംഗ് ക്രീമാണ്. ഇത് അമൂലിന്റെ ഫ്രഷ് ക്രീം മതിയോ? മിൽക്കി മിസ്റ്റ്, ഏത് നമ്മൾ കുക്കിംഗ് ക്രീം, കുക്കിംഗ് ക്രീം അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെക്കാം. ഉപ്പ് ഓൾമോസ്റ്റ് ഒരു പാക്കറ്റ് കുക്കിംഗ് ക്രീം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഒരു പാക്കറ്റാ വെച്ചേ. ക്വാണ്ടിറ്റി പറയുകയാണെങ്കിൽ ഒരു അരക്കപ്പ് മതി. ഇപ്പൊ നമ്മളെ സോസ് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു തക്കാളി എടുക്കാണ്. തക്കാളി എടുത്തിട്ട് അതിന്റെ ഹെഡ് ഒന്ന് കളയാണ്. ഹെഡ് കളഞ്ഞ് എന്നിട്ട് റൗണ്ടിൽ കട്ട് ചെയ്യാം. റൗണ്ടിൽ കട്ട് ചെയ്ത് തക്കാളി അങ്ങനെ നേരെ സോസിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഒനിയൻ, അതും അതെ ചെറിയൊരു ബൈറ്റിന് വേണ്ടിയിട്ടാണ്. അതും സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് അതും റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഭയങ്കര ഈസി ആട്ടോ. മീൻ വരട്ടിയായിട്ടൊക്കെ കുറേ സമയം എടുക്കും. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനത്തെ ഡിഷ്. ഇത് പിന്നെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നത് ചെറിയൊരു ബൈറ്റിന് വേണ്ടിയിട്ടാണ്. സാധാരണ ഒനിയൻ യൂസ് ചെയ്യുന്നത് വളരെ അപൂർവമാണ്. വളരെ അപൂർവം. ഒനിയൻ അധികം എൻ്റെ ഡിഷിൽ കുറവാണ്. ഇങ്ങനെയുള്ളൂ. ഈ നമുക്കിത് ഓഫാക്കി ഇടാം. അടുത്ത അപ്പുറത്ത് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഒരാൾ കൂട്ടാണ്ട് ഇത് കുക്ക് ചെയ്യാൻ കഴിയില്ല. ആടെ ഒരാൾ കിടന്നുറങ്ങി കൂട്ടിട്ട് വന്നേ പറ്റുള്ളൂ. ഒരാൾ കൂട്ടിട്ട് വരാം. ഒറ്റത്തേക്ക് സാധനം ഇതിനകത്തേക്ക് ഇടണം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്. ഈസിയുള്ള സാധനം. അപ്പോൾ അടുത്ത എങ്ങനെയാ പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നെ ഈ പാനിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ സെയിം പ്രോസസ്സ്. എന്തിനാ പറഞ്ഞാൽ ഇതൊരു നമുക്ക് അത് തന്നെ വേണമെങ്കിൽ ഓപ്ഷനിലാണ്, അത് തന്നെ വേണമെങ്കിൽ കുക്ക് ചെയ്യാം ആ സോസ് ആയതിനു ശേഷം. പക്ഷെ സോസിന്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെടേണ്ടതുകൊണ്ട് അതേപോലെ തന്നെ ഇതിനൊരു ടെക്സ്ചർ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ട് കൂടിയാണ് ഇതിൽ ചെയ്യാം. സൺഫ്ലവർ ഓയിൽ
ഓയിൽ. സൺഫ്ലവർ ഓയിൽ. എല്ലാവരും ബട്ടർ വാങ്ങിയിട്ടില്ല. ഇല്ല സൺഫ്ലവർ ഓയിൽ മതി. സൺഫ്ലവർ ഓയിൽ ഒരു ഓപ്ഷൻ. അതെ അതെ അതെ. ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് റോസ്മേരി ഇട്ട് കൊടുക്കാം. അപ്പൊ അത് ഈ ബട്ടറിന് നല്ല ഫ്ലേവേർഡ് ആണ്. ബട്ടർ നല്ല ഫ്ലേവേർഡ്. അതിലേക്ക് പിന്നെ എന്നിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച പോലെ തന്നെ ഗാർലിക്കും 2 പീസ് ഇതിലിട്ട് കൊടുക്കാം. അനുഷ് ഇട്ടോ ഗാർലിക്ക്. അപ്പൊ ആരാ ഗാർലിക്ക് ഇടുക? അനുഷല്ലേ ഗാർലിക്ക് ഇടുന്ന? അനുഷ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഡയറക്റ്റ് വെക്കാം. ഞാൻ സാൾട്ട് ഇടല് സെക്കൻഡ് ഇതിലാണ് ഇടല്. വെച്ചാല് നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് കയറി അത് സ്പ്രിങ്കിൾ ചെയ്യണം പൊതുവെ. അതാണ് കുറച്ച് പൊതുവെ ചെയ്യല്. ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അടുത്ത ഫോൾഡ് ചെയ്ത് വരുന്ന സമയത്ത് അപ്പുറം ഇടാം. അതേപോലെ തന്നെ പെപ്പറും ക്രഷ്ഡ് പെപ്പറാണെങ്കിൽ നല്ല അതെ അപ്പം പൊടിച്ചിട്ടിട്ടാൽ മതി അല്ലേ? അപ്പം പൊടിച്ചിട്ടിട്ടാൽ മതി. പൊടിച്ചു വെച്ച പ്രഷറിന് കുറച്ച് ഫ്ലെയിം കുറവ്. അതെ നമ്മൾ റെഡിമെയ്ഡ് ഉപയോഗിക്കുന്നതിന് നല്ലത് പൊതുവെ. അത് ഇതിന്റെ ഉള്ളിൽ പെപ്പർ ഇട്ടിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. അതെ അതെ. ഇതിന്റെ അടിയിലൊരു ഓട്ട ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ പെപ്പർ ഇട്ടാൽ അത് പൊടിഞ്ഞ് കടിയിലേക്ക് വരും. നല്ല മണല്ലേ? നൈസ് സ്മെൽ. ബട്ടർ വളിക്കുന്നില്ലേ? ഗാർലിക് വളിക്കുന്നില്ലേ? ഇത് കുറേ നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ടതില്ല. നമുക്ക് ഏകദേശം അതിന്റെ കളർ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതിന്റെ കളർ ചേഞ്ചസ് നമ്മൾ ഇതിന്റെ ടോപ്പിൽ സൈഡിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അതെ അതെ. അപ്പൊ അത് ആയെങ്കിൽ നമുക്ക് ആ ഒരു പാർട്ട് ആയി നമുക്ക് അടുത്ത ഫ്ലിപ്പ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വൈറ്റ് ആ ഒരു എന്താ പറയാ അതിന്റെ സ്വന്തം നെയ്യ് പുറത്ത് വരുമ്പോഴാണ് അത്. അപ്പൊ നമുക്ക് അന്നേരം ആ സമയത്ത് എന്ത് ചെയ്യും, അടുത്ത മറിച്ചിടാം. അതൊന്നും ഓവർ കുക്ക് ആവില്ല. നമുക്ക് കുക്കിംഗ് ടൈം പക്ക ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സംഗതി ഇല്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സംഗതിയാണ്, നമുക്ക് ഈ ഒരു ടെക്സ്ചർ ഇങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് അതിൽ ഒന്നിച്ച് ചെയ്താൽ കിട്ടൂല. അതെ അതെ അതെ. നല്ല നല്ല സ്മെല്ലുണ്ട് അല്ലേ? നല്ല സ്മെൽ. ഗാർലിക് ആൻഡ് ബട്ടർ. ഓ അത് ഓസം. ഭയങ്കര കോമ്പിനേഷൻ സാധനം. ബട്ട് ഒലിവ് ഓയിൽ ഐ ഡോണ്ട് തിങ്ക് അല്ലേ? ഒലിവ് ഓയിൽ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒരു കേരള ടേസ്റ്റിലേക്ക് അത് കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. എന്നുവെച്ചാൽ എല്ലാവരുടെ ടേസ്റ്റ് ഇപ്പോൾ പാലറ്റിൽ. പക്ഷെ ബട്ടർ ആകുമ്പോഴും ഒരുവിധം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന സാധനം. ഓ മേ ബി ഹെൽത്ത് കോൺഷ്യസ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. ഇതിപ്പോ കുട്ടികൾക്ക് ഉണ്ടാക്കാലോ. വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. കൂടുതൽ നമുക്ക് നൈഫിന്റെ കൂടുതൽ വർക്കില്ല, കൂടുതൽ സംഭവങ്ങളില്ല, ഈസിയാണ്. അല്ല ആവശ്യം നൈഫിനെ പറ്റി പറയുമ്പോഴേ ഞാൻ പറയാം, ഒരു കുട്ടി കുക്ക് ചെയ്യാനാകുമ്പോ ഒരു 12 വയസ്സ് 10 വയസ്സായ ഒരു കുട്ടിയാണ് ഇതിലേക്ക് ഇറങ്ങുക. ഓക്കെ, അവർക്ക് നിങ്ങൾ ഒരു ബൈക്കെല്ലാം മേടിച്ചു കൊടുക്കുമോ? ഒരു 14 വയസ്സാകുമ്പോൾ ബൈക്ക് മേടിച്ചു കൊടുക്കും. അവരിങ്ങനെ റൈഡ് അടിക്കും, അവിടെ നിന്ന് വീഴും. പക്ഷെ ഒരു കത്തി എത്ര ഉപദ്രവിക്കും? ഒരു കത്തി ഏറി വല്ല ഒരു കുട്ടിക്ക് പോറലാവുമ്പോ തന്നെ ഓ സോറി എന്ന് പറയും. അല്ലെ ഒന്ന് തീ പിടിച്ചാലും സോറി പറയും. അത് പേടിപ്പിക്കരുത് കുട്ടികളെ. ലെറ്റ് കം ഡൗൺ. അതുകൊണ്ട് കത്തി പിടിക്കാൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്താൽ മതി. അവിടെ കൈ ഇവിടെ വെക്കാം, ഇത് വെക്കാം, ഈ വിരൽ ഇങ്ങോട്ട് മുന്നോട്ട് പോവാം. ആ പൊതുവെ ഒരു നൈഫ് പിടിക്കുന്നതിനുള്ള സ്കില്ല് നമ്മുടെ ഞാൻ മുമ്പ് ഒരു ലുലുവില് എൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതിനെ കുറിച്ച് കട്ടിങ് കുറേ പേർക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് കത്തി പിടിക്കാം. നമ്മുടെ ഷെഫ് നൈഫ് ആണെങ്കിൽ ലോങ് നൈഫ് ആണെങ്കിൽ കൈയുടെ വെക്കുന്നു, ഇതിങ്ങനെ മടക്കി ഇത് മടക്കി ഈ വിരൽ മുകളിൽ. അവനാണ് ഡയറക്ടർ. അതെ. പിന്നെ നമ്മുടെ വിരല് എപ്പോഴും ഇതിപ്പോ ഒനിയൻ പിടിക്കുന്നത് നമ്മൾ ഇങ്ങനെ പിടിക്കരുത്, ഒരിക്കലും ഇങ്ങനെ പിടിക്കാം. ഇതാണ് കട്ടിങ്. ഇതാണ് കട്ടിങ്. ശരിക്കും ഒരു എക്സ്പേർട്ട് കട്ടിങ് ക്ലാസ് ചെയ്യണം. അതെ അതെ അതെ. ഇപ്പൊ നമ്മളെ ഓൾമോസ്റ്റ് ചിക്കൻ ആയിട്ടുണ്ട്. നമുക്ക് ഇതല്ല, ഇത് അതിലേക്ക് തന്നെ ആഡ് ചെയ്യാം. 2 പീസും കൂടെ നമുക്ക് കുക്ക് ചെയ്യാനുണ്ടല്ലോ. ആ ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അതെ അതെ അതെ. കുറച്ച് ബട്ടർ
ഇത് നമ്മൾ ഈ കുക്ക് ചെയ്ത സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ. അപ്പം ഇതിലുള്ള റെസിഡ്യൂക്ക് ഇനിയും ഡ്രൈ ആവുമോ അടുത്തത് ചെയ്യുമ്പോഴത്തേക്ക്? കുഴപ്പമില്ല, ഒന്നുകൂടെ ഡ്രൈ ആയി വരും. അന്നേരം നമുക്ക് നോക്കിയിട്ട് ഇടയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കനിലേക്ക് പോകാം. ഇതിന്റെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇതിന്റെ ഇതാവണല്ലോ. അതെ അതെ അതെ. നമ്മൾ സ്റ്റേക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ബട്ടറി ആണെങ്കിൽ കുറച്ചുകൂടെ ബട്ടർ കൂടുതലാവുന്നേ ഉള്ളൂ. ബട്ടറി ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ബട്ടറി കൂടും എപ്പോഴും എണ്ണയും കയ്യും കൂടുമ്പോഴാണല്ലോ താല്പര്യം വരുന്നത്. എന്നോട് ആൾക്കാർ ചോദിക്കും പിന്നെ നല്ല ടേസ്റ്റ് കഴിക്കണം, പക്ഷെ അയ്യോ നെയ്യ്, അയ്യോ ഓയില്. ഞാൻ അത് വെറുതെ അയ്യോ തിന്നണ്ടെന്നാ പറയാ. കഴിക്കണമെങ്കിൽ അതിന്റെ സ്റ്റൈലിൽ കഴിക്കണം. അല്ലെങ്കിൽ പച്ചക്കറി പുഴുങ്ങിയിട്ടോ പച്ചയിലൊക്കെ കഴിച്ചോളൂ. എന്തിനാ ഇങ്ങനെ കഴിക്കണ? ഞാൻ അത്ര കനത്തിലുണ്ടാക്കിച്ചതാ, ഡബിൾ വെയിറ്റ് ഉണ്ടാക്കിച്ചത്. ഞാൻ മെയിൻലി മീൻ പോയി ഒന്നാമത് കോസ്റ്റ് കട്ട് ചെയ്യാൻ എല്ലാരും വെയിറ്റ് കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പൊ പൊന്നു വരെ ചെറുതല്ലിടുന്നത്. ഇല്ല, വൈറ്റ് ഒന്ന് വരുന്നുള്ളൂ. ഷെഫ് ഇന്നലെ നേരത്തെ പറഞ്ഞതുകൊണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ വൈറ്റ് വരണ്ടേ. അതാണ് ശരിക്കും നമ്മൾ ടൈമിംഗ് നോക്കാം. നമ്മൾ ഏറ്റവും നല്ലത് ഇങ്ങനെ നമ്മൾ സ്ലോ കുക്കിംഗ് ആണല്ലോ, അതാണ് ഒരു ടിപ്പ്. നമ്മൾ ഇങ്ങനെയുള്ള നോക്കിയിട്ട് ചേഞ്ചസ് വരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിടലല്ല, മറിച്ചിടണമെന്നുള്ളതാണ് അതിന്റെ. അതെ അതെ അതെ. ഞാൻ ഒറ്റ തവണ മറിച്ചിട്ടുള്ളൂ. നമ്മൾ വെറുതെ നിൽക്കുമ്പോഴേ ചേട്ടൻ കൊണ്ടൊന്ന് മറിച്ചിടലൊരു ഹര, അത് പാടില്ല. ഇറ്റാലിയൻ കുക്കിങ്ങിൽ വരുന്ന നമ്മളിവിടെ പിന്നെ മല്ലിപ്പൊടി, അല്ല നമ്മളിവിടെ കറിവേപ്പില, അതേപോലെ തന്നെ നമ്മുടെ ബട്ടർ ചിക്കനിൽ ഇടുന്ന എന്താ അതിന്റെ പേര്, ബട്ടർ ചിക്കനിൽ മെയിൻലി ഇടുന്ന അല്ലല്ല കസൂരി മേത്തി. അതൊക്കെ നമുക്കൊരു ഇന്ത്യൻ ഹെർബ്സ്, ഇന്ത്യൻ ഫ്ലേവേഴ്സ് വരുന്നത്. അതേപോലെ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ തന്നെ ഭക്ഷണം വേണ്ടല്ലോ, കുറച്ചൊരു ഡിഫറെന്റ് അടുത്ത് കുട്ടികൾക്ക് കിട്ടിയാലേ അവർക്കും ഒരു ഇതിനൊക്കെ ഒരു രസം ഉണ്ടാവും. നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ ഇങ്ങനെ ഓരോന്ന് കേറി ഇറങ്ങണം. എപ്പോ എന്റെ കുട്ടികൾ പറയും ഉച്ചക്ക് മഞ്ഞക്കറി അല്ലാത്ത വേറെ കറി ഇല്ലേ. എവറിത്തിങ് ഇസ് കോക്കനട്ട്, എവറിത്തിങ് ഇസ് ഫിഷ് കറി, മേ ബി കുമ്പളങ്ങ കറി, ചേനക്കറി, അത് നെയിം ഓഫ് ദ കറി ചേഞ്ചസ്, അത്രയല്ല മഞ്ഞക്കറി. അപ്പൊ ടൈംസ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആ ഒരു മൊണോട്ടോണസ് ഇത് ഞാൻ ആ റെസ്റ്റോറന്റ് ഈറ്റിംഗ് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. ജസ്റ്റ് ഒന്ന് സോസ് ആയിട്ട് മിക്സ് ആയി വരാൻ വേണ്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. Something like a different butter chicken. Yeah. A blend of butter chicken with roasted rosemary and yes. ഓ ഞാൻ വിചാരിച്ചു ഇത് നല്ലോണം അങ്ങോട്ട് കഴിയൂന്ന്. സെക്കൻഡ് പോർഷൻ ഇടുമ്പോഴേ അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഇട്ടൂടെ? നല്ലോണം തൂമിച്ച് പറഞ്ഞെന്ന് പറയാം നമ്മളെ ഭാഷയില്. അടിപൊളി. ഇതിന്റെ കൂടെ നമുക്ക് ബ്രെഡും കൂടെ കിട്ടിയാൽ ഉഷാറായി. ഇതിൽ തന്നെ ബ്രെഡ് ഇട്ടിട്ട് ഒരു കഷ്ണം കൂടി ബട്ടർ ഇട്ടിട്ടേ ബ്രെഡ് ഒന്ന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്താൽ. അഭിത്ത ഇതാ നമ്മുടെ ആ ഓയിലും ആ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടില്ല. ഇങ്ങനെ തിളച്ചു. അതെ, നമ്മൾ ആ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 3 to 5 minutes
അത്ര സമയം മതിയോ ചിക്കൻ വേവാന്? നമ്മൾ അല്ല പാനിന്ന് കുക്കായിരുന്നു. ഇനിയും കുക്കാവും. അതിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടു, പാനിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടു. ഒരു 3 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സോസസ് ഒക്കെ അതിലൊന്ന് മിക്സ് ആയി എന്നിട്ട് നമ്മൾ ഇത് ഓഫാക്കി ഇടാം. ഓഫ് ആയിക്കോളും. എന്നിട്ട് നമ്മുടെ വായലൊന്ന് വാട്ടിയെടുക്കാം. അതാണ് നമ്മുടെ ഒരു ട്രഡീഷനിലേക്ക് പോകുന്നത്. ഇതുവരെ ഇറ്റാലിയൻ. അതെ അതെ അതെ. അപ്പൊ ഇല ഒന്ന് വാട്ടിയെടുക്കണം. ഞാൻ ഇല ഇല്ലാത്ത നാട്ടിലോ? ഇല്ലാത്ത നാട്ടിൽ ബെറ്റർ പിന്നെ അവർ ഫോയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫോറിൻ കൺട്രിയിലൊക്കെ ആണെങ്കിൽ ഫോയിലിലേക്ക് മാറ്റിയാൽ മതി. പക്ഷെ ബെറ്റർ ഇല ഇല്ലെങ്കിൽ പിന്നെ അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. ഡയറക്ട്ലി ബ്രെഡ് ഇത് തന്നെ കഴിക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഇലയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണല്ലോ കാട്ടിക്കൂട്ടുന്നത്. ആ ഒന്ന് നിങ്ങളുടെ ആ കൈ പിടിച്ച സൈഡ് ആ കളർ ചേഞ്ചസ് ഇതിലേക്ക് വരും. അന്നേരം തന്നെ എടുക്കുക, ഓവറായിട്ട് ആക്കേണ്ടതില്ല. ഓക്കെ, നമുക്ക് തന്നെ അത് ഇതിലേക്ക് മറ്റുള്ള സ്റ്റേറ്റുകാർക്കും മറ്റുള്ള രാജ്യക്കാർക്കും ഒന്നും ഇത് അറിയില്ല. ഇതിനകത്തുനിന്ന് ഒരു ഫ്ലേവർ നമുക്ക് ഇൻസൈഡ് വരാനുണ്ട്. അതാണ് അത് ആരും ചോറൊക്കെ പൊതിഞ്ഞിട്ട് വായന്റെ ഇലയിൽ ട്രെയിനിൽ പോകുമ്പോൾ തിന്നാനുള്ള ഒരു രസം. അതെ, അപ്പൊ ദിസ് ഇസ് സംതിങ് വെരി വെരി ഡിഫറെന്റ് ഇൻ ദ കേരള കുസീൻ. ഇത് കേരളക്കാർക്ക് മാത്രം സുഖിക്കാനുള്ള ഒരു സാധനമാണ് വായന്റെ ഇല. മേ ബി അതർ കൺട്രീസ് ഓൾസോ ഹാവ് ദിസ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇല വാങ്ങി അതിൽ പൊതിഞ്ഞ് കഴിക്കണം. അപ്പൊ ഇറ്റലിക്കാരാ നിങ്ങൾ നോക്കിക്കോളൂ, ഈ സാധനം നിങ്ങൾ വായലയിൽ കിട്ടുള്ളൂ. അപ്പൊ നമുക്കിപ്പോ ഒരു പീസ് അല്ലേ? അതെ അതെ അതെ. ഇത്ര വലിയ ഇല വേണം 1 പീസിന്? ഇല്ല, ഇത്ര വലുത് വേണമെന്നില്ല. നമുക്ക് ഇപ്പൊ സുലഭമായിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പ്ലേസ് ചെയ്യാണ് സെന്ററിൽ, ആ കണ്ടിന്റെ സൈഡിലാണ്. അതിന് ഇത്തിരി ഗ്രേവിയും വേണം അല്ലേ? ഗ്രേവി വേണം. ഇത് നമ്മുടെ ടൊമാറ്റോ ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വെച്ച് ലാസ്റ്റ് ആഡ് ചെയ്തത് അത് വേണമെങ്കിൽ നമുക്കിപ്പോ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ ടൊമാറ്റോ ഒന്നിനൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇത് പിന്നെ ഒരു ഗാർലിക് ഇടുന്നുണ്ട്. ഇത് ഗാർലിക് ഇതാ ഈ സൈഡിൽ നിന്നാണ്. നമ്മുടെ പാന് അവിടെ എടുത്തു വെക്കാം. അപ്പൊ പാനിൽ ഓയിൽ ഒന്നും കൊടുക്കണ്ട, ഡയറക്ട്ലി വെളിച്ചെണ്ണ കൊടുത്തോളൂ. പക്ഷെ ഞാനിപ്പോ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല, എടുത്തിട്ടില്ല. അതെ അതെ അതെ, അത് വേണ്ട. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ ചെറിയൊരു മുടിയൊക്കെ ആവശ്യമില്ല. മുടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ വെച്ചാൽ മതി. ഒന്ന് ഫോൾഡ് 2 സൈഡും കൂടെ എടുത്താൽ മതി. അപ്പൊ നമുക്കിത് ബാക്കിയുള്ളതും കൂടെ പാക്ക് ചെയ്യാലോ. അപ്പൊ ഇത് എന്താ ഇറ്റാലിയൻ പേര് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് വേറൊരു തേർഡ് പേഴ്സൺ ഈ കൂട്ടത്തിൽ ആൾക്കാരുണ്ട് കുറെ പേര്. ഏതെങ്കിലും ഒരാളുടെ അടുത്ത് നമുക്ക് പിക്ക് ചെയ്യാം. Something wonderful is coming. Wow. Smells good. Let's taste it. Yeah, sure. Yes, chef, this bread is for you. Okay. ഞാൻ ഇതിന്റെ ടേസ്റ്റ് പറയൂല. അഭിത്താൻ വെളുത്തുള്ളികൾ വെച്ചത് അവിടെ ഉണ്ട്. Yes, I don't want to take that. The butter, the garlic, the rosemary. What was the other herb? Basil. I can feel everything on my tongue. It's fantastic. Oh, അതാണ് വേണ്ടത്. അടിപൊളി. അടിപൊളി. ആ പേര് വിളിച്ചാട്ടെ. ഈ കുട്ടിക്ക് ഒരു പേരിടണം. അതെ. അപ്പോൾ ഇതിന്റെ പേരെന്താ? ഇറ്റാലിയൻ പൊതി ചിക്കൻ. Italian podi chicken. Please try doing this. It is fantastic. നമ്മൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. I think they will love it and it's a whole meal by itself. Easy to cook. Thank you everyone. We'll come back again. Yes.